കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു തെമ്മാടത്തിലുണ്ട്, തന്തയില്ലായ്മയുണ്ട്. കുറച്ച് പെണ്ണുങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു ആണിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു വലിയ പ്രായമില്ലാത്തൊരുത്തിരെ കണ്ട, അവൾ സീറ്റ് ഇരുന്നിട്ട് അവളുടെ അടുത്തിരിക്കുന്ന ഒരാൾ, അയാളൊന്നും ചെയ്യുന്നില്ല, അയാളുടെ വീഡിയോ അയാൾ എന്തോ ചെയ്തെന്ന രീതിയിൽ വീഡിയോ എടുത്ത് ഇടുന്നു, അവൾ വൈറലാക്കാൻ വേണ്ടി നോക്കുന്നു. എന്നിട്ട് അവളെ എല്ലാവരും കൂടെ എയറിലാക്കി. ഇതിനുശേഷം ഇപ്പോൾ ഞാൻ ആ പ്രൊഫൈലോട് വെക്കുന്നുണ്ട്, ഷിംജിത എന്ന് പറയുന്ന ഒരുത്തി. അവൾ കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ നിൽക്കുന്ന ഒരാളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തുകൊണ്ട് കാണുന്നില്ല. നമ്മൾ കുറച്ച് നാൾ മുമ്പേ സവാദ് എന്ന് പറയുന്ന ഒരു ഞരമ്പ് രോഗിയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തതാണ്. അതേപോലത്തെ ഞരമ്പ് രോഗികളെ തീർച്ചയായിട്ടും കണ്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് ഇവൾമാരുടെ ഞരമ്പ് രോഗമാണ്. ഒന്നും ചെയ്യാത്ത ആണുങ്ങളെ കുറ്റക്കാരാക്കി വീഡിയോ എടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ശുദ്ധ തെമ്മാടിത്തരം. അപ്പോൾ ഇവളുടെ പേര് ഷിംജിത എന്നാണ്. ഓക്കെ, ഇവളിതേ ഈ മനുഷ്യൻ്റെ ഒരു വീഡിയോ ഇട്ടു. അയാൾ മരിച്ചുപോയി, അയാൾ ആത്മഹത്യ ചെയ്തു. ഓക്കെ, മുഖ്യധാര മാധ്യമങ്ങളിലടക്കം വാർത്ത വന്ന, മനോരമയിൽ വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഞരമ്പ് രോഗികൾക്കും ഫാൻസുള്ള നാടാണ് സാറ ഇതെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഈ പെണ്ണിൻ്റെ ഇവളുടെ ഈ ഈ ഈ എരപ്പാളിയുടെ ഫേസ് ബ്ലറാക്കി അയാളുടെ ഫേസ് കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ പോലും വാർത്ത വന്നു. അയാൾക്കുണ്ടായ നാണക്കേട്, അയാളുടെ ഫാമിലി, അയാളുടെ കുട്ടികൾ, അയാൾക്കുണ്ടായ നാണക്കേടിനെ തുടർന്ന് അയാൾ ആത്മഹത്യ ചെയ്തു. ഒരാളുടെ ജീവൻ ഇല്ലാതാക്കിയപ്പോഴത്തേക്ക് ഇവളെ കൊലപാതകെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ ജീവൻ ഇല്ലാതാക്കിയ ഒരു പരമ നാറി. എന്നിട്ട് അവളുടെ ന്യായീകരിച്ചുകൊണ്ട് അവളുടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ആ വീഡിയോ ഇല്ല. ഏത് ഇവള് അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. അതിൻ്റെ യഥാർത്ഥ വീഡിയോകൾ മുക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇവള് മനഃപൂർവ്വം ഒരു ബസ്സിൽ കയറിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട്, കഴിഞ്ഞ ദിവസം നിർത്തി കാണിച്ചപ്പോഴത്തേക്കും അതേപോലെ എനിക്ക് റീച്ച് ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ച് ഇവള് റീച്ചിന് വേണ്ടിയിട്ട് ബസ്സിനകത്ത് കയറിയിടുന്നു. കാരണം ഇവളിട്ട് വീഡിയോക്കകത്ത് അയാളികൾ ഒന്നുമേ ചെയ്യുന്നില്ല. ഒരാളുടെ ജീവൻ നശിപ്പിച്ചപ്പോഴത്തേക്ക് ഇവക്ക് എന്ത് കിട്ടി? ഇതാണ് ഇവളുടെ റീച്ച് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവളെ പോലീസ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ടല്ലോ, ഈ സ്വാഭാവികമായിട്ടുള്ളൊരു മരണമല്ലല്ലോ ഇപ്പം. എന്തായാലും ഒരാളുടെ ജീവൻ നശിപ്പിക്കുമ്പോഴത്തേക്കും ഇനി ഇവളുടെ പേരിൽ കേസ് എടുത്ത് ഇവളെ അകത്തിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തായാലും ഏറ്റവും ആദ്യമേ ഈ മരിച്ചുപോയ വ്യക്തിയുടെ ഞാൻ അയാളുടെ ഡീറ്റെയിൽസ് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇവള് മുക്കിയ വീഡിയോ ഉണ്ടല്ലോ, അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ കാണുമ്പോൾ വളരെ വ്യക്തമാണ്. ഫസ്റ്റ് വീഡിയോക്കകത്ത് അയാൾ ഇവളുടെ അടുത്ത് പോലും അല്ല, മാറി നിൽക്കുക. അയാൾ കംപ്ലീറ്റ്ലി മാറി നിൽക്കുക. അപ്പോൾ ഇവള് ഈ മൊബൈൽ ഓൺ ചെയ്ത്, ക്യാമറ ഓൺ ചെയ്ത് ഇവിടെ അവിടെ പോയി നിൽക്കുക. രണ്ടാമത്ത്, ഇപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ ഏതൊരു പെണ്ണാണെങ്കിലും അവളുടെ ദേഹത്തൊരു പുരുഷൻ സ്പർശിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ തിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഉന്തി കയറി മുന്നിൽ പോയി നിൽക്കത്തില്ല. ഇവളെന്താ ചെയ്യുന്നത്? ഈ ഈ അപരാധി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കയറി കൊടുക്കുക. ഏതെങ്കിലും ഒരു പെണ്ണ് ഒരാണിന്റെ ടച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അതൊരു ബാഡ് ടച്ച് ആണെങ്കിൽ മാറിക്കളയാ അവിടെ നിന്ന്. അല്ലാണ്ട് വീഡിയോ എടുത്തുകൊണ്ട് അതിനെ മുന്നിൽ നിന്ന് പ്രഹസനം കാണിക്കുകയല്ല വേണ്ടത്. ഇവള് കാണിക്കുന്നത് ശുദ്ധ പ്രഹസനമാണ്. അതായത് അയാളുടെ കയ്യിലേക്ക് കയറിച്ചില്ലോ, അയാളുടെ കൈ വന്ന് ഇവളുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് കൊള്ളണം. ആ കൊള്ളുന്നൊരു പോർഷൻ കൂടെ വീഡിയോക്കകത്ത് വേണം. എന്നിട്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കി എടുക്കണം. പിന്നെ എന്തിനായിട്ട് നീ ആ വീഡിയോ മുക്കി? എന്തിനാ നീ മുക്കിയിട്ട് നീ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തിയ കുറെ കാര്യങ്ങളുമായിട്ട് ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഇവക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇവളെന്താ ചെയ്തേക്കുന്നത്? ഏതോ കുറച്ച് ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കിയ കുറെ സൈക്കോളജിക്കൽ കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് വലിയ നല്ല പൊള്ള ചമയാൻ വേണ്ടി വീഡിയോ ആയിട്ട് ഈ പന്ന അപരാധി വന്നിട്ടുണ്ട്. ഇനി ഇയാൾ മരണപ്പെട്ടപ്പോഴത്തേക്കും ഇത് കണ്ടോ, ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടോണേ. അതായത് യുവാവ് പെരുമാറിയത് ദുരുദ്ദേശത്തോടെയെന്ന് യുവതി എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോട്ടോ വെച്ചിട്ട് മനോരമയിൽ വന്ന് ന്യൂസായി കാണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളിയെയും ഇയാളൊരു ഞരമ്പ് രോഗിയായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ ആ മനുഷ്യന് ജീവിച്ചിരിക്കാൻ തോന്നൂല്ല. അയാൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായി പോകും. കാരണം ലോകത്തിന്റെ മുന്നിൽ നാണം കിടുമ്പോൾ അയാൾക്ക് മക്കളുണ്ടാവും, അയാൾക്ക് പെമ്മക്കളുണ്ടോന്നൊന്നും എനിക്കറിയില്ല, അയാൾക്ക് ഭാര്യ ഉണ്ടാവും, അയാൾക്ക് അമ്മ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾക്ക് ജീവിക്കാനായിട്ടുള്ള എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് പറയാം, ഇത് നാളെ മാറും എന്ന് പറയുമ്പോഴും ഒരാളെങ്കിൽ ഒരാൾ അയാളുടെ ഞരമ്പ് രോഗിയായിട്ട് നാളെ കാണുന്ന ഒരു ചിന്ത അയാളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവും ഇനി ജീവിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും.
അയാളുടെ കുടുംബത്തിനോട് ഈ അപരാധി എന്താ പറയാൻ വേണ്ടി പോകുന്നത്? ഒരാളുടെ ജീവൻ ഇല്ലാണ്ടാക്കുമ്പോഴത്തേക്ക് നിനക്ക് എന്താ വേണ്ടത്? ഇവക്ക് റീച്ചോ? ഞാൻ പറഞ്ഞല്ലോ, അടിച്ച് പൊട്ടിക്കണ ഒന്നും നോക്കരുത്. പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവളെ പോലുള്ള പക്കാ ക്രിമിനൽസ് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടുത്തരം കാണിച്ച ഒരാളുടെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന ഇവളെ പോലുള്ള അപരാധികൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നാടിന് ഭീഷണിയാണ്. ഇവളാണ് യഥാർത്ഥ ക്രിമിനൽ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ മരണപ്പെട്ടതിനെ കുറച്ച് ഓഡിയോസ് ഉണ്ട്, അതുകൂടി ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. എന്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവും മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. കേട്ടല്ലോ. അപ്പൊ അയാളുടെ പാവപ്പെട്ട മനുഷ്യനാണ്. ഓക്കെ, ഇയാളെ പറ്റി ഇതിനു മുമ്പ് ഏതെങ്കിലും ഹിസ്റ്ററി ഉണ്ട്, ഇയാൾ ഇതേപോലെ മോശമായിട്ട് പെരുമാറി ഏതെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇവളുടെ വീഡിയോക്കകത്ത് നമ്മൾ തലങ്ങും വിലങ്ങും നോക്കുമ്പോഴത്തേക്കും അയാളുടെ ഒരു ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ കാണാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവള് പറഞ്ഞതിനകത്ത് കൂടെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സവാദനെ പോലെ ഒരു ഞരമ്പ് രോഗിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവളുടെ കൂടെ നിൽക്കായിരുന്നു. ഇത് അങ്ങനെയല്ലല്ലോ. ഇവളെന്താ ഇവിടെ കാണിച്ചു വെക്കുന്നത്? അങ്ങ് കയറി കൊല്ലുക. എന്റെ നെഞ്ചിലേക്ക് കയറി കൈകൊണ്ട് മുട്ടിക്കണം എന്ന രീതിയിൽ ഇവളങ്ങ് കയറി ചെല്ലുക ഇവളങ്ങോട്ട്. അയാളുടെ മരണത്തിന് അവള് കാരണക്കാരിയാകുകയും ചെയ്തു. ഇനി വേറൊരു ഓഡിയോ ഉണ്ട്, അവൾ പ്ലേ ചെയ്യാം. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഫാനിൽ ഹാങ് ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. നിങ്ങൾ അതൊരു മോൻ മാത്രമുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോ ആ മോന്റെ കാര്യത്തിലേ ഇനിയിപ്പോ ഇവള് ഉത്തരം പറയുമായിരിക്കുമല്ലോ അല്ലേ? ആ ഭാര്യയും മോന്റെയും കാര്യത്തിൽ അവർ നാളെ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനകത്ത് ഇവള് ആൻസർ കൊടുക്കുമായിരിക്കും. ഇപ്പൊ ഇയാളായിട്ട് അടുപ്പോൾ എല്ലാവരും പറയുന്ന അയാളൊരു പാവ മനുഷ്യനാണ്, അയാള് ആരുടെ അങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഈ അപരാധി മാത്രം, ഞാൻ സത്യം പറയാനുള്ള മലയാളത്തിലുള്ള എല്ലാ തെറികളും ഈ ഒറ്റ വീഡിയോയിൽ എനിക്കുള്ള വിളിക്കണമെന്നുണ്ട്. ഞാൻ ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം തെറികളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് തെറി വിളിക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ തെറി വിളിക്കുമ്പോഴത്തേക്കും പച്ച തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിന് അത് ദോഷം ചെയ്യും. കാരണം നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ബാൻ ചെയ്ത് കളയാം. അതുകൊണ്ടാണ് നമ്മളത് പച്ചത്തെറി പോയിട്ട് നേരെ വിളിക്കാത്തത്. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഇവളെ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിലുള്ള എല്ലാ തെറിയും മുഖത്ത് നോക്കി വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവളുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട്. കാരണം ഇവളുടെ പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവള് സോഷ്യൽ മീഡിയ അത്യാവശ്യം ആക്റ്റീവായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് റീച്ച് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ഒരുത്തിയാണ്. അപ്പൊ അവൾ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒരു കാട്ടപരാധി വന്നിട്ട് ഒരാളുടെ അടുത്തിരുന്നൊരു വീഡിയോ ചെയ്തിട്ട് അവൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന് അവൾ കുറച്ച് റീച്ച് ഉണ്ടാക്കി എടുത്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആണിന്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ ഞാൻ അങ്ങോട്ട് കയറി മുട്ടിയേക്കാം, അതായത് എന്റെ നെഞ്ച് പോയിട്ട് അയാളുടെ കൈ മുട്ടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അയാൾ എന്റെ നെഞ്ചിൽ കയറി മുട്ടിയല്ലോ എന്ന് പറയാനുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഇവൾ ഈ പരിപാടി ഒപ്പിച്ച് വെച്ചേക്കുന്നത്. ഇവളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ സത്യം പറഞ്ഞ ഇവളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൊട്ടിക്കാൻ തോന്നിപ്പോവും. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. എന്ത് വിശദീകരണം? റീച്ചിന് വേണ്ടിയല്ല നീ വീഡിയോ ഇടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ ഫസ്റ്റ് വീഡിയോ മുഖ്യം? എന്തിനാ നീ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോഴോ കമന്റ് ബോക്സിൽ എന്താ കണ്ടത്? എന്താ ഇയാളൊന്നും ചെയ്യുന്നില്ലല്ലോ, നീ അങ്ങോട്ട് കയറി കൊടുക്കുവാണല്ലോ. അത് മാത്രമല്ല, അങ്ങോട്ട് കയറി കൊടുക്കുവാണെന്ന് മാത്രമല്ല അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ്സ് വരികയും ചെയ്തു. അപ്പൊ നീ എന്താ ചെയ്തേ? ആ വീഡിയോ മുക്കി. എന്നിട്ട് നീ വേറെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു. ഈ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് നീ കുറെ കഥകൾ വേറെ എക്സ്ട്രാ പറയുന്നുണ്ട്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? കൺസെന്റ് ഇല്ലാണ്ട് ഒരു മനുഷ്യൻ ഒരാളുടെ ശരീരത്തിൽ തൊടാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷേ നീ എന്താ ചെയ്യുന്നേ? അയാളുടെ ശരീരത്തേക്ക് നിന്റെ ശരീരം കൊണ്ട് മുട്ടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നേ? അതിന് നിനക്കാരും അനുവാദം തന്നേക്കുന്നേ? ഈ വീഡിയോ കാണുന്ന കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നീ അങ്ങോട്ട് കയറിച്ചില്ലോ, അയാൾ നിന്റെ അടുത്തിട്ട് വരുമല്ല. ആ വയസ്സിലുള്ള വേറെ ഏതെങ്കിലും ഒരു ലേഡി പറഞ്ഞോ അയാൾ മോശം പെരുമാറ്റം ഞങ്ങളുടെ അടുത്ത് കാണിച്ചു എന്നുള്ളത്? ഇപ്പോൾ നീ കാണിക്കുന്ന ഈ പോർഷനിൽ അയാളുടെ മുന്നിൽ ഒരുപാട് പുരുഷന്മാർ വേറെ നിപ്പുണ്ട്. അയാൾ സ്ത്രീകൾക്കിടയിൽ മാത്രം നിൽക്കുകയല്ല, അയാളുടെ മുന്നിൽ ഒരു 3-4 പുരുഷന്മാർ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നീ എന്തിനാ അങ്ങോട്ട് കയറി ചെന്നിട്ട് അയാളുടെ കൈയുടെ ഭാഗത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, നിന്റെ ദേഹത്ത് അയാളുടെ കൈ മുട്ടിച്ചെങ്കിൽ
നീ ഈ വീഡിയോയും തൊലിച്ചുകൊണ്ട് ഈ ചിരിച്ച മുഖത്തോടെ നിന്റെ മൊബൈലിൽ നോക്കിയിട്ട് ക്യാമറ ഒക്കെ പോസ് ചെയ്തിട്ട് നീ നിൽക്കുന്ന നിൽക്കുമോ? ലോകത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണങ്ങ് നിൽക്കുമോ? അന്തസ്സുള്ള ഒരുത്തി നിൽക്കുമോ? ഇല്ലല്ലോ. കൂതറയായിട്ടുള്ള പെണ്ണുങ്ങൾ നിൽക്കും, നിന്നെ പോലുള്ള തനി കൂതറകൾ നിൽക്കും. അന്തസ്സുള്ള ഒരുത്തി അങ്ങനെ നിൽക്കൂല. നിനക്ക് അന്തസ് എന്ന് പറയുന്ന സാധനം തീരെയില്ല. റീച്ച് ഉണ്ടാക്കി എടുക്കാനായിട്ട് നീ എന്ത് തരവഴി പിടിച്ച വർത്താനവും എന്ത് തരവഴി പിടിച്ച പ്രവൃത്തി നീ ചെയ്യുന്നുള്ളത് നിന്റെ ഈ വീഡിയോ കാണുന്നത് വളരെ വ്യക്തമാണ്. നിന്നെപ്പറ്റി ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടിയിട്ടേ ഇത്രയെങ്കിലും നിന്നെപ്പറ്റി പറയണം. കാരണം നീ ഇങ്ങനെയാണ്, നിന്നെപ്പറ്റി ഇല്ലാത്ത കാര്യം പറയാല്ല, നീ ഇങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ
റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഇവളെ ഇത്രയും നാടക ഡയലോഗ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത കുറേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരുടെയോ സഹായത്താൽ വന്ന് സോഷ്യൽ മീഡിയയിൽ അടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഫസ്റ്റ് വീഡിയോ മുക്കിയത്? നീ പറയുന്നുണ്ടല്ലോ ഈ വീഡിയോ ഇയാളുടെ യഥാർത്ഥ കാര്യങ്ങൾ ഇയാളുടെ ഫാമിലി കാണണം, സൊസൈറ്റി കാണണം, എന്നിട്ട് അവർ വിലയിരുത്തണം. ഈ സൊസൈറ്റി കണ്ടിട്ട് നിന്നെ എത്ര സപ്പോർട്ട് ചെയ്തു ആ വീഡിയോയുടെ താഴത്ത് വന്നിട്ട്? കാരണം നീ പങ്കുവച്ച വീഡിയോക്കകത്ത് അയാള് നിന്റെ അടുത്തൊരു മോശം ബിഹേവിയർ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നീ എന്തിനാ വീഡിയോ പിന്നെ മുക്കിയത്? എന്തിനാ? അയാളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ സവാദിന്റെ വിഷയത്തിൽ അവന്റെ മിസ്റ്റേക്ക് കൃത്യമായിട്ട് നമുക്ക് വിസിബിളാ. ഓക്കെ, അവനെ പറ്റി ഒരുപാട് പെൺകുട്ടികൾ വേറെ ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അവൻ തന്നെ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇയാളുടെ പേരിൽ നീ പറയുന്നുണ്ടല്ലോ വേറെ ഏതൊരു പെണ്ണിന്റെ അടുത്തും മിസ്ബിഹേവിയർ കാണിച്ചു എന്നുള്ളത്. നിന്റെ ആ ഫസ്റ്റ് വീഡിയോയുടെ താഴത്ത് ആ പ്രോബ്ലം ഉണ്ടായ പെൺകുട്ടി വന്നിട്ട് കമന്റ് ചെയ്തോ? അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും തെളിവ് നിന്റെ അടുത്തുണ്ടോ? ആരെങ്കിലും ഇയാളെ പറ്റി മോശം പറഞ്ഞോ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം? ഇല്ലല്ലോ. നീ എന്താ ചെയ്തേ? അയാളുടെ അടുത്തോട്ട് കയറി കൊടുക്കുന്ന ഒരു വീഡിയോ, അയാളുടെ അടുത്തോട്ട് അയാളുടെ കൈയുടെ അടുത്തേക്ക് നിന്റെ നെഞ്ചും കൊണ്ട് പോകുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ എങ്ങനെയാ? അപ്പൊ നിനക്കാണ് കൗൺസിലിംഗ് വേണ്ടിയിരുന്നത്. ഇനി നിനക്ക് വേണ്ട കൗൺസിലിംഗ് അല്ല, നല്ല അടിയാ നിനക്ക് വേണ്ടത്. പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല കർണം പോച്ചുള്ള അടി കിട്ടുമ്പോഴത്തേക്കും നിന്റെ ആ ചൊറിച്ചിലങ്ങ് മാറി കിട്ടും. റീച്ചിന് വേണ്ടിയിട്ട് നീ ഇപ്പൊ കാണിച്ച് തെമ്മാടിത്തരം. പിന്നെ അയാളുടെ മരണത്തിന് ഉത്തരവാദി നീയും ആ മനോരമ ചാനലുമാണ്. നിങ്ങൾ മനോരമ ചാനൽ ഇവളെപ്പോലുള്ള തേർഡ് റേറ്റ്സിന്റെ വീഡിയോ കണ്ട മാത്രമേ തന്നെ എടുത്ത് ന്യൂസ് ആകാൻ കാണിച്ച നിങ്ങളുടെ മാധ്യമ ധർമ്മമുണ്ട്. ആ മാധ്യമ ധർമ്മത്തിന് വേണം ഏറ്റവും ആദ്യം ഒരു പ്രത്യേക നമസ്കാരം തരാനായിട്ട്. കാരണം നിങ്ങൾ കാരണമാണ് ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ ഇല്ലാണ്ടായി പോയത്. ഇനി ഇവളുടെ കൊണവധികാരം കേട്ടോണ്ടിരിക്കണം. ഇനി ബാക്കി നീ റീച്ചിന് വേണ്ടി കാണിച്ച ശുദ്ധ തെമ്മാടത്തിൽ അത്രേ പറയാനുള്ളൂ. നീ റീച്ചിന് വേണ്ടിയിട്ട് മാത്രം നീ കാണിച്ച പരിപാടിയായത്. എന്തായാലും ഈ മനുഷ്യന്റെ മരണത്തിന് ശേഷം സൊസൈറ്റി ഇവളെ എങ്ങനെ കാണും എന്നുള്ളതും ഇവൾക്ക് എന്തെങ്കിലും തരത്തിൽ പോലീസ് സ്വാഭാവികമായിട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ഇവളിലേക്ക് വരേണ്ടതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും. എന്തായാലും നോക്കാം. അതിന് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം ഇവളങ്ങനെ വെറുതെ ഇവളെ പോലുള്ള ആൾക്കാർ കാരണം ഒരാളുടെ ജീവൻ പോകുമ്പോഴത്തേക്കും അവരങ്ങ് വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എന്തായാലും ബാക്കി കൂടെ നോക്കാം. എന്തായാലും ഇവക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു കൂപ്പ് കൈ തരുവാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി.